ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഒരു ലൈക്കും ഹൈപ്പും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അധ്യായം 278. അശ്വിൻ സുരക്ഷിതനാണോ? അശ്വിനെയും കൊണ്ട് സിദ്ധാർത്ഥ് നേരെ അവൻ്റെ റൂമിലേക്ക് കയറി. പിന്നെ അവനെ ബെഡിലേക്ക് ഇരുത്തി. മോൻ ഇവിടെ ഇരുന്ന് ഗെയിം കളിക്ക്, ഡാഡി കുറച്ചു കഴിഞ്ഞ് വരാം. സിദ്ധാർത്ഥ് അവനെ നോക്കി പറഞ്ഞു. അവന്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. എന്നിട്ടും അവൻ അനുസരണയോടുകൂടെ തലയാട്ടി. അവനെ വിട്ട് സിദ്ധാർത്ഥ് റൂമിൽ നിന്നും പോയി ഒന്ന് പെട്ടെന്ന് ഫ്രഷായി. പിന്നെ താഴേക്ക് പോയി. ഗീതാമ്മയും വിശ്വനാഥനും അക്ഷമയോടെ തന്നെ താഴെയിരിക്കുന്നത് അവന് കാണാൻ കഴിഞ്ഞിരുന്നു. അവൻ അത് ശ്രദ്ധിക്കാതെ അവർക്കെതിരായി വന്നിരുന്നു. സിദ്ധു, നീ ആ കുട്ടിയെ കൂടെ നിർത്താൻ തീരുമാനിച്ചോ? ഗീതാമ്മ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. പക്ഷേ സിദ്ധാർത്ഥ് മറുപടി നൽകിയില്ല. സിദ്ധു, ഞാൻ നിന്നോടാണ് ഈ സംസാരിക്കുന്നത്. ഞങ്ങളോട് നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? പ്രസവിച്ച് വളർത്തി വലുതാക്കിയ നല്ലൊരു നിലയിൽ നിന്നെ ഞാൻ എത്തിച്ചു. അതിന്റെ കൂലിയാണോ ഇതൊക്കെ? നിന്റെ ഈ ദേഷ്യവും പകയൊക്കെ സ്വന്തമായി ഞങ്ങളോട് തന്നെ വേണോ? ഗീതക്ക് നല്ല അമർഷം തോന്നിയിരുന്നു. സിദ്ധാർത്ഥ് ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്നെ ജനിപ്പിച്ചു വളർത്തി, എന്നിട്ടിതാ നല്ലൊരു നിലയിലെത്തിച്ചു എന്ന് കരുതി ഞാൻ എന്റെ ലൈഫ് ലാവണ്യക്ക് വിട്ടുകൊടുക്കണമെന്നാണോ? പറ്റില്ലമ്മേ. നിങ്ങൾക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തന്നെ അവളെ വിവാഹം കഴിച്ചോ? അതായിരിക്കും കൂടുതൽ നല്ലത്, സിദ്ധാർത്ഥ് പറഞ്ഞു. ഗീതാമ്മക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വിശ്വനാഥനും അസ്വസ്ഥമായിരുന്നു. സിദ്ധു, നീ വെറുതെ ഓരോന്ന് വിളിച്ചു പറയരുത്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാമെന്ന് വിശ്വനാഥൻ പറഞ്ഞു. എന്റെ നന്മ? അച്ചുവിനെ ഈ അവസ്ഥയിലെത്തിച്ചത് നിങ്ങൾ എല്ലാവരും ഉത്തരവാദികളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവനൊരു കൊച്ചു കുട്ടിയല്ലേ. എന്നിട്ട് അവന് ഡ്രഗ്സ് നൽകി. അതിനു മുൻപേ അവൻ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും. എല്ലാം നിങ്ങൾ കാരണാണ്. എന്നിട്ടും ഇപ്പതേ അവനെ എന്നിൽ നിന്നും അകറ്റാൻ നോക്കുന്നു. നിങ്ങൾക്കൊരൽപ്പം പോലും മനസാക്ഷിയില്ലേ? സിദ്ധാർത്ഥ് പൊട്ടിത്തെറിച്ചു. വിശ്വനാഥനും ഗീതാമയും ഒരുപോലെ ഞെട്ടി. അവർ അവിശ്വസനീയതയോടെ തന്നെ സിദ്ധാർത്ഥിനെ നോക്കി. സിദ്ധു, നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? അച്ചുവിനെ പോലൊരു കൊച്ചു കുട്ടിക്ക് ഞങ്ങൾ ഡ്രഗ്സ് നൽകിയെന്നോ? നീലിമയോട് ഞങ്ങൾക്ക് വെറുപ്പാണ്, അത് ശരി തന്നെ. പക്ഷേ അച്ചുവിനോട് ഇത്ര വലിയ ക്രൂരത ചെയ്യാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഗീതാമ്മ സങ്കടത്തോടെ പറഞ്ഞു. അതോടെ സിദ്ധാർത്ഥ് സ്വയം നിയന്ത്രിച്ചു. ഈ ഒരു കാര്യവുമായി നിങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ലായിരിക്കാം. പക്ഷേ എനിക്കിത് വെറുതെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അച്ചു എന്റെ മോനാണ്. ഞാൻ ആ കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതുവരെ എന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടാൻ വരരുത്, സിദ്ധാർത്ഥ് താക്കീതോടെ പറഞ്ഞു. വിശ്വനാഥൻ പെട്ടെന്ന് ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു. നന്ദി കെട്ടവനെ, നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? അയാൾ ആക്രോശിച്ചു. ഇല്ലച്ചാ, ഒരിക്കലുമില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ കാര്യമാണ് പറഞ്ഞത്. എത്രയൊക്കെ പറഞ്ഞാലും അച്ചുവിന്റെ അവസ്ഥക്ക് കാരണം നിങ്ങൾ ഉത്തരവാദികളാണ്. സ്വന്തം മനസാക്ഷിയോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്, അതിന് ശരിയായ ഉത്തരം കിട്ടും, സിദ്ധാർത്ഥ് പറഞ്ഞു. പിന്നെ എനിക്ക് നീലിമയെ കണ്ടെത്തണം. അവളുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. നിങ്ങൾക്ക് അവളോട് വെറുപ്പായിരിക്കാം, പക്ഷേ അച്ചുവിനെയും അവളെയും എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല, സിദ്ധാർത്ഥ് വാശിയോടെ തന്നെ പറഞ്ഞു. അച്ഛന്റെയും മകന്റെയും വാക്കുതർക്കം ഗീതാമ്മയെ വളരെയധികം വിഷമിപ്പിച്ചു. ഇനിയും ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ഗീതാമ്മ പ്രശ്നത്തിൽ ഇടപെട്ടു. നീ എന്താന്ന് വെച്ചാ ചെയ്തോ സിദ്ധു, പക്ഷേ അവസാനം എല്ലാം തെറ്റിപ്പോയെന്ന് നിനക്ക് തോന്നിയാതിരുന്നാൽ മതി, ഗീതാമ്മ സിദ്ധാർത്ഥിനോട് പറഞ്ഞു. പിന്നെ ഭർത്താവിന് നേരെ തിരിഞ്ഞു. നമ്മൾ എന്ത് പറഞ്ഞിട്ടും സിദ്ധു വിലക്കെടുക്കുന്നില്ലല്ലോ വിശ്വേട്ടാ. അവൻ ഇപ്പൊ നമ്മളെക്കാളൊക്കെ വലുത് ആ പെണ്ണും ആ ചെക്കനുമല്ലേ. നമുക്കിവിടെ നിന്നും പോവാം, അതാ നല്ലത്, ഗീതാമ്മ ഭർത്താവിനെ സമാധാനിപ്പിച്ചു. പക്ഷേ വിശ്വനാഥൻ സിദ്ധാർത്ഥിനെ തന്നെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കി നിൽക്കുകയാണ്. ഗീത ഭർത്താവിന്റെ കയ്യിൽ നിന്നും പിടിച്ചു വലിച്ച് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അതും കണ്ടുകൊണ്ടാണ് മല്ലികാമ്മ കിച്ചണിൽ നിന്നും പുറത്തേക്ക് വന്നത്. രാത്രിയിലേക്ക് അവർക്കുള്ള ഭക്ഷണമെല്ലാം തന്നെ അവർ ഉണ്ടാക്കിയിരുന്നു. അയ്യോ മാഡം, മാഡം പോകുവാണോ? ഞാൻ ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിക്കുന്നില്ലേ? മല്ലികാമ്മ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഇല്ല, ഞങ്ങൾക്ക് അത്യാവശ്യമായി പോകണം, ഗീതാമ്മ ശാന്തമായി പറഞ്ഞു. പിന്നെ ഗീതാമ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മല്ലികാമ്മ നിരാശയോടെ സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. സിദ്ധു, ഭക്ഷണമെല്ലാം ആയിട്ടുണ്ട്, ഞാൻ അച്ചുവിനെ വിളിക്കട്ടെ? മല്ലിക സംശയത്തോടെ ചോദിച്ചു. വേണ്ട, നിങ്ങളത് ഇവിടുത്തെ സെർവൻസിനൊക്കെ കഴിക്കാൻ കൊടുത്തേക്ക്, ഞാനും അച്ചുവും വേറെ നോക്കിക്കോളാം. അതും പറഞ്ഞുകൊടുത്തന്നെ സിദ്ധാർത്ഥ് അവിടെ നിന്നും പോകുന്ന സമയത്ത് തന്നെ മല്ലികാമ്മക്ക് നല്ല വിഷമം തോന്നി. ഇത് ആർക്കു വേണ്ടി ഉണ്ടാക്കിയതായതൊക്കെ? വെറുതെ ചിലവ് കൂട്ടി. അവർ വിഷമത്തോടെ പിറുപിറുത്തു. പ്രതികരിക്കാൻ അവകാശമില്ലല്ലോ, ഈ വീട്ടിൽ വെറും ഒരു വേലക്കാരിയല്ലേ താൻ. അല്ലേലും ഞാൻ ഇതൊക്കെ ആരോട് പറയാൻ? അവരിൽ പരിഭവം നിറഞ്ഞു. ഒപ്പം ഭക്ഷണമെല്ലാം അതേപടി നേരെ കിച്ചണിലേക്ക് എടുത്തു വെച്ചു. ഇതേ സമയം സിദ്ധാർത്ഥ് വളരെയധികം അസ്വസ്ഥനായിരുന്നു.
അവൻ നേരെ സ്റ്റഡി റൂമിലേക്ക് പോയി. ടേബിളിൽ നീലിമയുടെ ചെടികൾ നടന്ന ഒരു ചിത്രമുണ്ട്. അതിലൂടെ അവൻ വിരലോടിച്ചു. ആ സമയം അവൾ മുന്നിലുള്ളതുപോലെ അവന് തോന്നിയിരുന്നു. നീ എവിടെയാ നീലിമ? അവൻ വേദനയോടെ മന്ത്രിച്ചു. ഇതൊന്നും അറിയാതെ നീലിമ റിസോർട്ടിലെ റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ചിന്തകൾ മുഴുവൻ അശ്വിനെ ചുറ്റിപ്പറ്റിയാണ്. ഇതുവരെ അവനെ അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ എല്ലാ ടെൻഷനും അവളുടെ മുഖത്തുണ്ട്. നീ എവിടെയാ മോനെ അമ്മയെ വിട്ടുപോയത്? അവൾ സങ്കടത്തോടെ പിറുപിറുത്തു. പിന്നെ എന്തോ ചിന്തയിൽ ഫോൺ കയ്യിലെടുത്തു. കുഞ്ഞിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയെങ്കിലോ? ചിലപ്പോ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു കോളെങ്കിലും വരേണ്ടതല്ലേ? ഇനി ഒരു പക്ഷേ എന്റെ ഫോൺ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ മോൻ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിലോ? പെട്ടെന്ന് തോന്നിയ ചിന്തയിൽ അവൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടും മെയിലും എല്ലാം ലോഗിൻ ചെയ്തു. പക്ഷേ മെയിലിൽ ഭൂരിഭാഗവും സിദ്ധാർത്ഥിൽ നിന്നുള്ള മെസ്സേജ് ആയിരുന്നു. അവന്റെ ആഗ്രഹങ്ങളും പരിഭ്രാന്തികളും ആശങ്കകളും എല്ലാം അവൻ അതിൽ എഴുതിയിരുന്നു. നീലിമയ്ക്ക് കരയാൻ തോന്നി. അവനെ സമാധാനിപ്പിക്കണം. ഞാൻ ഇവിടെ ഈ റിസോർട്ടിലുണ്ടെന്ന് പറയണമെന്നൊക്കെ അവൾക്ക് തോന്നി. പക്ഷേ മറുപടി നൽകാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഇത്രയൊക്കെ താൻ ചെയ്തു കൂട്ടിയത് ഇനി ഒരിക്കലും അവന്റെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവാനൊന്നുമല്ലല്ലോ. എല്ലാം അവസാനിപ്പിച്ചതാണ്. ഇനി താനായിട്ട് ഒന്നും തുടങ്ങി വെക്കേണ്ടെന്ന് അവൾ കരുതി. അവൾ അവന്റെ മെസ്സേജുകളെല്ലാം തന്നെ ഒഴിവാക്കി വിട്ടു. കുറച്ചു നാളായി സോഷ്യൽ മീഡിയയിൽ അവൾ നല്ല ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് അവൾക്കിടയിൽ ഒരുപാട് ഫോളോവേഴ്സുമുണ്ട്. അച്ചുവിന്റെ ഫോട്ടോസൊക്കെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലോ? തീർച്ചയായിട്ടും അവൾ ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്തേക്കാം. ആ ചിന്തയിൽ അവൾ സോഷ്യൽ മീഡിയയിലെ ഒരുവിധം കാര്യങ്ങളെല്ലാം അരിച്ചു പെറുക്കി നോക്കി. പക്ഷേ വിചാരിച്ചതൊന്നും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നീലിമയ്ക്ക് നിരാശ തോന്നി. മനസ്സിൽ കടുത്ത ഭാരം അനുഭവപ്പെട്ടു. ടെൻഷൻ സഹിക്കാനായില്ല. സ്വയം റിലാക്സ് ചെയ്യണമെന്ന് അവൾ കരുതി. അതിനായി വെറുതെ സോഷ്യൽ മീഡിയയിൽ പണ്ട് അപ്ലോഡ് ചെയ്തിരുന്ന സ്വന്തം വീഡിയോസ് നോക്കി. അതിനിടയിൽ ഒരുപാട് കമന്റ്സുമുണ്ട്. ഭൂരിഭാഗവും അവളെ അന്വേഷിക്കുകയാണ്. അതിനിടയിൽ ഒരു കമന്റ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അച്ചു, അവൻ അമ്മയെ അന്വേഷിക്കുകയാണ്. അവൾ ഉയർന്ന ഹൃദയമിടിപ്പോടെ അത് വായിച്ചു. ആരെങ്കിലും ഇത് പറ്റിക്കാൻ ശ്രമിക്കുന്നതാവോ? അവൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. എങ്കിലും അവൾ ആ മെസ്സേജ് തള്ളിക്കളഞ്ഞില്ല. അവൾ ആവേശത്തോടെ ആ പ്രൊഫൈല് നോക്കി. അതൊരു പുതിയ അക്കൗണ്ട് ആയിരുന്നു. പ്രൊഫൈൽ പിക്ചർ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അവൾ ഇനിയും അതിന് സമാനമായ കമന്റ്സ് ഉണ്ടോന്ന് നോക്കി. അമ്മ എവിടെയാ? അച്ചു ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അമ്മയെ. ഇത് ശരിക്കും അച്ചു തന്നെ? വീണ്ടും അടുത്ത കമന്റ്. ഇത് ശരിക്കും അച്ചു തന്നെ തിരഞ്ഞതാകുമോ? അവൾ ആശ്ചര്യത്തോടെ സ്വയം ചോദിച്ചു. അവളുടെ നെഞ്ചെടുപ്പ് കൂടി. ശ്വാസം കനത്തു. അശ്വിൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. അവൾക്ക് നന്നായിട്ട് അറിയാം. ഇനി അത് അച്ചുവാണെങ്കിൽ എങ്ങനെ അവനെ കോണ്ടാക്ട് ചെയ്യും? അവനിപ്പോ ആരുടെ ഒപ്പമായിരിക്കും? അവളുടെ മനസ്സ് വെപ്രാളം കൂടി. പിന്നെ ഒരു തോന്നലിൽ അവൾ ഇൻബോക്സ് തുറന്നു. എന്നിട്ട് ആ ഐഡിയിലേക്ക് ഒരു പേഴ്സണൽ മെസ്സേജ് ടൈപ്പ് ചെയ്തു. നിങ്ങളുടെ മുഴുവൻ പേരെന്താണ്? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത്രയും ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ നീലിമ ശരിക്കും ആവേശത്തിലായിരുന്നു. അവൾ പ്രതീക്ഷയോടെ ആ മെസ്സേജിന് മറുപടിക്ക് വേണ്ടി കാത്തിരുന്നു. ഇതേ സമയത്തിന് അച്ചു സീലിംഗിലേക്ക് നോക്കി വെറുതെ കിടക്കുകയായിരുന്നു. ചിന്തകളാൽ അവന്റെ കുഞ്ഞു മനസ്സ് വളരെയധികം വിഷമത്തിലാണ്. നഷ്ടപ്പെട്ട ഓർമ്മകൾ മുഴുവൻ വളരെയേറെ പ്രാധാന്യമുള്ളതാണെന്ന് അവൻ അറിയില്ലായിരുന്നു. ആ സമയം ടേബിളിൽ നിന്നും അവനൊരു നോട്ടിഫിക്കേഷൻ ടോൺ കേട്ടു. സംശയത്തോടെ അവൻ അതിലേക്ക് നോക്കി. ഒരു പേഴ്സണൽ മെസ്സേജാണത്. അവനത് ആകാംക്ഷയോടെ തുറന്നു നോക്കി. തൊട്ടടുത്ത നിമിഷം സന്തോഷം കൊണ്ട് അവൻ തുള്ളിച്ചാടി. അമ്മ! അമ്മയുടെ റീപ്ലൈ! അശ്വിന്റെ ഹൃദയം നിറഞ്ഞു ചിരിച്ചു. അമ്മേ, ഇത് ഞാനാ, അച്ചു. അശ്വിൻ എന്നല്ലേ എന്റെ ശരിക്കും പേര്? എന്റെ അമ്മയുടെ പേര് നീലിമ, ശരിയല്ലേ? അവൻ മെസ്സേജിന് റീപ്ലൈ നൽകി. കൊള്ളാം. തൊട്ടടുത്ത നിമിഷം നീലിമയുടെ മെസ്സേജ് അവനെ തേടിയെത്തി. സന്തോഷം കൊണ്ട് നീലിമയുടെയും അശ്വിന്റെയും കണ്ണുകൾ ഒരുപോലെ തന്നെ നിറഞ്ഞിരുന്നു. ഐ മിസ് യു സോ മച്ച് അച്ചു. മോൻ എവിടെയാ? നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. മോനിപ്പോഴുള്ള സ്ഥലം പറയ്, അമ്മ വേഗം വരാം. നീലിമയെ മെസ്സേജ് അയച്ചു. ഐ മിസ് യു ടു അമ്മ. ഞാനിപ്പോ ഡാഡിയുടെ കൂടെയാണ്. പക്ഷേ ഇയാൾ എൻ്റെ ഡാഡിയാണോന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അമ്മേ, അയാൾ എന്നോട് അങ്ങനെയാ പറഞ്ഞത്, അയാൾ എൻ്റെ ഡാഡിയാണെന്ന്. പക്ഷേ അമ്മ എന്നോട് ഡാഡിയെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അവൻ മറുപടി നൽകി. എന്നാൽ അച്ചുവിന്റെ മെസ്സേജ് വായിച്ചതോടുകൂടി തന്നെ നീലിമ ആകെ കൺഫ്യൂഷനിലായി. അച്ചു എന്തുകൊണ്ടാ ഇങ്ങനെ സംസാരിച്ചത്? അവൾ സ്വയം ചോദിച്ചുകൊണ്ട് തന്നെ മെസ്സേജ് ടൈപ്പ് ചെയ്തു. മോൻ പേടിക്കണ്ട, ഡാഡിയുടെ പേരെന്താന്നാ പറഞ്ഞത്? അവൾ ചോദിച്ചു. സിദ്ധാർത്ഥ് എന്നാ പറഞ്ഞത്. അദ്ദേഹം ശരിക്കും എന്റെ ഡാഡിയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലമ്മേ, എനിക്ക് പേടിയാവുന്നു. അച്ചു മെസ്സേജിന് റീപ്ലൈ നൽകി. ആ സമയം അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മെസ്സേജ് റീഡ് ചെയ്ത നീലിമ ആകെ അത്ഭുതപ്പെട്ടു. അവൾക്കൊന്നും തന്നെ മനസ്സിലായില്ല.
അച്ചു മോനെ നീ ഒരു കാര്യം ചെയ്യ്, ആ ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്യ്. മോൻ എവിടെയാണെന്ന കാര്യം എനിക്കിപ്പോൾ മനസ്സിലാകും, നീലിമ ആകാംക്ഷയോടെ പറഞ്ഞു. എന്നിട്ട് അവൾ തന്റെ ഫോൺ നമ്പർ ഷെയർ ചെയ്തു. ഒപ്പം എങ്ങനെയാണ് ലൊക്കേഷൻ ഷെയർ ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് അവൻ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അച്ചുവിന്റെ സന്ദേശം അവൾക്ക് ലഭിച്ചിരുന്നു. അത് സിദ്ധാർത്ഥിന്റെ വീടാണ് ലൊക്കേഷൻ കാണിച്ചത്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനും നീലിമയെ വിട്ടൊഴിഞ്ഞു. അശ്വിൻ സിദ്ധാർത്ഥിനൊപ്പം സുരക്ഷിതനാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇനിയിപ്പോ അവനെ ഉപദ്രവിക്കാൻ ആരും വരില്ല. സിദ്ധു ഒരിക്കലും അതിന് സമ്മതിക്കില്ല. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അച്ചു എന്തുകൊണ്ട് സിദ്ധുവിനെ അറിയില്ലെന്ന് പറഞ്ഞു? അവൾ സ്വയം ചോദിച്ചു. ആ കാര്യം അവളെ ശരിക്കും കുഴക്കിയിരുന്നു. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം മറ്റൊരു കാര്യമാണ്. അശ്വിനെ എത്രയും പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്നും പുറത്തിറക്കണം. കാരണം സിദ്ധാർത്ഥ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പോവാണ്, അതും ലാവണ്യെ. ആ സാഹചര്യത്തിൽ അശ്വിൻ സിദ്ധാർത്ഥിന്റെ കൂടെ താമസിക്കുന്നത് നല്ലതായിരിക്കില്ല. അച്ചു, അമ്മയുടെ നമ്പർ സീക്രറ്റായി വെക്കണം. ഇത് ഡാഡിയോട് പോലും പറയരുത്. അതുപോലെ തന്നെ അമ്മ സംസാരിച്ചു എന്ന കാര്യം ഡാഡിയോട് പറയരുത്, മനസ്സിലായോ? നീലിമ മെസ്സേജ് അയച്ചു. ഓക്കെ അമ്മേ. ഡാഡി ചീത്ത ആളാണോ? അതുകൊണ്ടാണോ അമ്മ ഈ കാര്യം പറയേണ്ടെന്ന് പറഞ്ഞത്? ഉടനെ തന്നെ അശ്വിൻ സംശയത്തോടു ചോദിച്ചു. അശ്വിന്റെ സംസാരം കേട്ട് അവന്റെ സംസാരം ശരിക്കും വിചിത്രമായിട്ടാണ് അവൾക്ക് തോന്നിയിരുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ അപ്പോൾ അവൾക്ക് കഴിഞ്ഞില്ല. തൽക്കാലം അമ്മയുടെ കാര്യം ഡാഡി അറിയരുത്, അമ്മയ്ക്ക് ഇഷ്ടമല്ല. മോൻ എന്റെ കൂടെ വരാൻ തയ്യാറാണോ? നീലിമ ചോദിച്ചു. ആണമ്മേ, എനിക്കമ്മയെ കാണണം. എനിക്കിവിടെ നിൽക്കണ്ട. എന്നെ കൊണ്ടുപോകാൻ വരുമോ? അശ്വിൻ ചോദിച്ചു. ഐ ലവ് യു അച്ചു. അമ്മ ഉറപ്പായിട്ടും വരാം. അതുവരെ നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ, നീലിമ സ്നേഹത്തോടെ മറുപടി നൽകി. അപ്പോൾ ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുമ്പോൾ അമ്മയും മകനും ഒരുപോലെ തന്നെ സന്തോഷത്തിലായിരുന്നു. സിദ്ധാർത്ഥിന്റെ വീട്ടിൽ വരാൻ അശ്വിൻ മടി കാണിക്കുമെന്ന കാര്യത്തിൽ നീലിമയ്ക്ക് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോ അതും വിട്ടൊഴിഞ്ഞു. അവളുടെ ഹൃദയം സമാധാനത്തോടെ ഇടിക്കാൻ തുടങ്ങിയിരുന്നു. അച്ചുവിന്റെ അവസ്ഥയും മറിച്ചല്ല. അമ്മയെ കാണാതായതിലുള്ള സങ്കടം അവനെ വിട്ടൊഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ അമ്മക്കൊപ്പം പോകണമല്ലോ എന്നോർത്ത് അവൻ ആശ്വസിച്ചു. ആ സമയത്താണ് ഡോറിൽ ആരോ മുട്ടുന്നത്. അത് സിദ്ധാർത്ഥാകുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അവൻ ചെറിയൊരു ഭയം നിറഞ്ഞു. ഒപ്പം വേഗത്തിൽ ആ ടാബ് പില്ലോക്കടിയിലേക്ക് ഒളിപ്പിച്ചു. പിന്നെ പോയി ഡോർ തുറന്നു. അച്ചു, നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ, വാ നമുക്ക് പുറത്തേക്ക് പോവാം, സിദ്ധാർത്ഥ് പറഞ്ഞു. അശ്വിന്റെ മുഖത്ത് പരിഭ്രാന്തി അവൻ ശ്രദ്ധിച്ചിരുന്നു. ആ ഓക്കെ ഡാഡി, അവൻ വെപ്രാളത്തിൽ മറുപടി നൽകി. ഒപ്പം ഡ്രസ്സ് മാറ്റായി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. സിദ്ധാർത്ഥ് അവന്റെ റൂമിൽ ചുറ്റും നടന്നു. ആ സമയം അവന്റെ പില്ലോ അലക്ഷ്യമായിട്ടിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അത് ഒതുക്കി വെക്കാൻ നോക്കിയപ്പോഴാണ് അതിനിടയിൽ ടാബ് ഇരിക്കുന്നത് സിദ്ധു കണ്ടത്. ഇതാണല്ലേ അപ്പോൾ ടെൻഷന്റെ കാരണം, സിദ്ധാർത്ഥ് ചിന്തിച്ചു. അത് മാറ്റിവെച്ച് അശ്വിനെയും കൂട്ടി സിദ്ധാർത്ഥ് നല്ലൊരു റെസ്റ്റോറന്റിലേക്ക് പോയി. ഒരിക്കൽ നീലിമയുടെ ഒപ്പം അശ്വിനെ കൂട്ടി സിദ്ധാർത്ഥ് ഇവിടെ വന്നിരുന്നു. വീണ്ടും ഓരോ സ്ഥലത്ത് തന്നെ സന്ദർശിച്ചാൽ അശ്വിൻ എന്തെങ്കിലും ഓർമ്മ വന്നാലോ? അതാണ് ഈ വരവിന് പിന്നിലുള്ള ലക്ഷ്യം. സിദ്ധാർത്ഥ് അവൻ ഇഷ്ടമുള്ളതെല്ലാം തന്നെ ഓർഡർ ചെയ്തു. മുന്നിലെ വിഭവങ്ങൾ കണ്ട് അശ്വിന് ശരിക്കും ആശ്ചര്യപ്പെട്ടിരുന്നു. എന്താ പറ്റി? അവന്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു. ഇതെല്ലാം തന്നെ എന്റെ ഫേവറേറ്റുകളാണ്. ഡാഡി എങ്ങനെ അറിഞ്ഞു? അവൻ കൗതുകത്തോടെ ചോദിച്ചു. ഞാൻ നിന്റെ ഡാഡിയല്ലേ, അപ്പോ അച്ചുവിന്റെ ഇഷ്ടങ്ങൾ എനിക്കറിയില്ലേ? മോൻ കഴിച്ചോ? അമ്മ വന്നിട്ട് നമുക്കൊരു ദിവസം കൂടി ഇങ്ങോട്ടേക്ക് വരണം, സിദ്ധാർത്ഥ് അലക്ഷ്യമായി പറഞ്ഞു. അശ്വിന്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. അത് മറക്കാനായി അവൻ വേഗത്തിൽ മുഖം താഴ്ത്തി. പിന്നെ ഒരൽപ്പം വെള്ളമെടുത്തു കുടിച്ചു. അപ്പോഴേക്കും സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് കള്ളത്തരത്തോടെ ഇടം കണ്ടിട്ട് അവൻ നോക്കിയിരുന്നു. എന്നാൽ അശ്വിന്റെ മുഖത്ത് പെട്ടെന്നുണ്ടായ ഭാവമാറ്റങ്ങളെല്ലാം തന്നെ സിദ്ധാർത്ഥ് വ്യക്തമായി കണ്ടിരുന്നു. അശ്വിൻ തീർച്ചയായിട്ടും എന്തോ മറച്ചു പിടിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. ടാബിനെ പറ്റിയാണ് അവൻ അപ്പോൾ ചിന്തിച്ചത്. അതിൽ അശ്വിനുമായിട്ട് ആരോ കോണ്ടാക്ട് ചെയ്ത് കാണുമോ? സിദ്ധാർത്ഥ് സംശയിച്ചു. അവൻ ചെറിയ കുട്ടിയാണ്, അവനെ എളുപ്പത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. അതിന് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാവുമോ? അങ്ങനെയെങ്കിൽ ആ ആളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. അവൻ അങ്ങനെ സ്വയം ചിന്തിച്ചുകൊണ്ട് തന്നെ ഫോൺ കയ്യിലെടുത്തു. എന്നിട്ട് ഒരു മെസ്സേജ് മനീഷിന് കൈമാറി. ആ സമയം സിദ്ധാർത്ഥിന്റെ മുഖത്ത് നിഗൂഢമായ ഒരു ഭാവം തെളിഞ്ഞു നിന്നിരുന്നു. അത് പക്ഷെ അശ്വിൻ ശ്രദ്ധിച്ചതേയില്ല. അങ്ങനെ സിദ്ധാർത്ഥ് അശ്വിന്റെ ആ ഒരു ടാബ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് മനീഷിനെ ഏർപ്പാടാക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഹൈപ്പും തന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ നാളെ ഞാൻ ഇതേ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ കാത്തിരുന്ന് കാണാം. നെക്സ്റ്റ് എപ്പിസോഡായിട്ട് വരാം. ബൈ ബൈ.